മച്ചാമാരെ, അപ്പോൾ നമ്മുടെ ഓൾക്കാരെ ഗെയിമിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഭയങ്കര എന്താ ഇപ്പം നമ്മൾ മറ്റേ ഇത് അന്നിട്ടതിൻ്റെ എപ്പിസോഡ് പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തോ അവിടുന്ന് കണ്ടിന്യൂ ചെയ്യാനുള്ള പരിപാടിക്കാണ്. അയ്യോ എന്തോ അത് ഇപ്പം ഏത് വേൾഡ് എടുത്തോണ്ട് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്, പകുതിയേ ആവുള്ളൂ. അപ്പോൾ എന്താണ് അങ്ങനെ ലോഡായി വരുന്നതേ ഉള്ളൂ. ഇപ്പം ലോഡായി വന്നിട്ട് വേണം ഇനിയൊന്ന് കളിച്ച് ആക്കിയിട്ട് പിന്നെ എപ്പിസോഡ് 2 ആണ് ഇന്ന് ഇതിൻ്റെ. നമ്മളൊരു വില്ലേജിലാണ് നിർത്തിയത്. രാത്രി സോംബി അറ്റാക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിർത്തിയത്. അപ്പം എന്താണ് ഇന്നലെ രാത്രി ഞാൻ പുതിയൊരു വേൾഡ് ഉണ്ടാക്കി. അത് ക്രിയേറ്റ് ആണ്. അത് ഞാൻ ചുമ്മാ വീടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇട്ട സംഭവമാണ്. ക്രാഫ്റ്റിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ അതിനകത്ത് ക്രിയേറ്റ് അറിയാമല്ലോ എല്ലാവർക്കും. ആ സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതായിരുന്നു നമ്മൾ അപ്പം സോംബീസും കാര്യങ്ങളൊക്കെ പോയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ മണ്ടയ്ക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെയായിരുന്നു മിനിഞ്ഞാന്നായിരുന്നു വീഡിയോ ഇട്ടേ. എപ്പോഴും ഞാൻ എനിക്ക് സാധനങ്ങളൊക്കെ കയ്യിലെ സാധനങ്ങളൊക്കെ ഉണ്ട്. കയ്യിലെ സാധനങ്ങളൊക്കെ ഉണ്ട്. കയ്യിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് ചെയ്തു ഇതിന്? കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പോയി. ആളും കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. എടാ അന്ന് മാറിക്കടാ. ഇപ്പൊ തുപ്പി അറിയുമല്ലോ നമ്മളെന്തോ. ഒറ്റ പ്രാവശ്യം തുപ്പത്തുള്ളൂ. വേറൊന്ന് എൻ്റെ മുതലാളി അടിച്ചതൊക്കെ കൊള്ളുമല്ലേ. എൻ്റെ മുതലാളിയെ കൊല്ലുന്നത് നിനക്കാണ്. ഇവനെ തുറത്തോണ്ടിരിക്കുകയാണ്. ഐഡിയാണ് ഓരോ വീട്ടിൽ കയറി ചെസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും എന്ത് ചെയ്യാൻ നമുക്ക് ഇപ്പം പോയിട്ട് അതൊക്കെ തുറന്ന് വെച്ചേക്കാം. തുറന്ന് ചോദിച്ചു അപ്പം ഇവിടെ എന്തോ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം പോയി ട്രീ ഇതാക്കട്ടെ. പക്ഷേ എനിക്ക് ഭാഗ്യമില്ല. ഒരുമാതിരി പന്ന വില്ലേജായി പോയത്. വെറും പന്ന വില്ലേജ്. ഇവിടെ അയൺ ഗോളെന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് എന്ത് ചെയ്യുന്നു അറിയത്തേ. അത് എവിടെ ഉണ്ടെന്ന് പോലും ഗുണമൊന്നുമില്ല. അപ്പം നമ്മൾ വില്ലേജ് വിട്ടങ്ങ് പോവാണ്. വില്ലേജ് ഇതെന്തോ സംഭവം? അത് വില്ലേജ് ഔട്ട് പോസ്റ്റ്.
തീരുവോ നമുക്കെന്നാ കയറിയിട്ട് തന്നെ ഉള്ളു കാര്യം. നമുക്കതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. റീസ്പോൺ പോയിന്റ് അവിടെ വെച്ചിട്ട് ഞാൻ വീണ്ടും ഞാനിപ്പോ അവന്മാരെന്തായാലും കാലിൽ പൊട്ടിച്ചേക്കാം. അപ്പോൾ നമ്മൾ വില്ലേജറിൻ്റെ വീട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസം ഞാൻ നമ്പി നടന്നവന്മാരുടെ വീട്ടിൽ അഞ്ചെണ്ണൊക്കെ പോരെ ധാരണ വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാടിലാണ്. അപ്പം സാധനങ്ങളൊക്കെ കിടക്കുന്നത് ചെസ്റ്റ് നമുക്ക് വേണം. ചെസ്റ്റ് എന്തെങ്കിലും ഉണ്ട്, ബ്രെഡുണ്ട്. ചെസ്റ്റ് അങ്ങ് കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് കൊടുത്ത് കഴിച്ചേക്കാം. അപ്പം എനിക്ക് ആയുധമൊക്കെ ഒന്ന് പണിയണം. എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ ചേട്ടനാണ് പണിയായിരുന്നത്. എന്തോന്ന് ആയുധം ക്രാഫ്റ്റിൻ്റെ 56 അത്. അപ്പം നമ്മൾ അത് സെറ്റ് ചെയ്യുകയാണ്. അപ്പം അത് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. സ്വിച്ചൊക്കെ ആരുണ്ടാക്കി? ഡോറോ? അപ്പം എനിക്ക് മറ്റേ അത് കുറച്ച് ഇതും കൊണ്ടൊരു കാര്യം ഇനി ഒരു കാര്യം ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഇതെന്താ ഇമാര് അതവിടെ എന്തോ സംഭവം. അപ്പം ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇതൊക്കെ വീഡിയോ അല്ലേ ഉണ്ടായിരിക്കും. അവരെ കാണിച്ചു കൊടുക്കാൻ എന്തോ അപ്പോൾ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി. അതാരാ ഇത് പോടാ. ഇതെടുക്കട്ടെ ക്രാഫ്റ്റിംഗ് ടേബിള്. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തോണ്ടിരിക്കുകയാണ്. ഓടി. ഇനി നമുക്ക് ഈ വില്ലേജിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല. ഡേഞ്ചറാണ്. അപ്പം ഡേഞ്ചർ ഭാഗ്യം കേൾട്ടാനെ കണക്കിന് അപ്പം ഡേഞ്ചറാണ്. ഇനി നാട്ടിൽ നിൽക്കുന്ന അപകടകരമായ സമയങ്ങളാണ്. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഓടുവാണ്. അപ്പം ഫുഡൊന്നും ഇല്ല. എന്നാലും ഫുഡൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് എടുക്കാം. ഇവിടെ ഇതൊന്നും ഇല്ല. മറ്റേ ഫാം റൈഡ് എന്നെ റൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പം നമ്മൾ വാളയാർ ചെക്ക് പോസ്റ്റിലേക്ക് പോവാണ്. അവന്മാരുടെ വാളയാർ ചെക്ക് പോസ്റ്റ് എവിടെ ആയിരുന്നു? വാളയാർ ചെക്ക് പോസ്റ്റ് അവന്മാരുടെ വാളയാർ ചെക്ക് പോസ്റ്റ് അപ്പുറത്തെ സ്ഥലത്താണ്, അപ്പുറത്തെ വഴിയിലാണ്. അതുകൊണ്ട് അവിടെ ഒരു വലിയൊരു വീടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി അവിടെ കൂടെ പോയി നോക്കിയിട്ട് വരാം.
അമ്മറ വാളയാർ ചെക്ക് പോസ്റ്റിൽ പോയി നമുക്കൊന്ന് പണി വെച്ച് വരാം. അപ്പം ഞാൻ അമ്മറ വാളയാർ ചെക്ക് പോസ്റ്റിലേക്ക് പോവാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്കിനി പോകേണ്ട അവിടാണ്. അപ്പം നമ്മൾ പറന്ന് പോവാണ്. അപ്പം ഇവിടെ ബെഡുണ്ട്, നമുക്കൊന്ന് കിടക്കാൻ പറ്റില്ല. അപ്പം എന്താ ചെസ്റ്റ് എന്ത് ചെയ്യുക, ചെസ്റ്റിൻ്റെ അകത്ത് ഇതൊക്കെ വെച്ചേക്കാം. ചെസ്റ്റ് ഇവിടെ പോയി എന്തോ എടാ ഞാൻ തീർന്നു ക്രീപ്പറൊക്കെ ഉണ്ടല്ലോ. ഇരുപത്തിയേഴ് ഞാൻ മിക്കവാറും ഞാനിപ്പോൾ തീരുമാറും. മോൺസ്റ്റർ ഇപ്പം എൻ്റെ അടുത്തില്ലല്ലോ, ഇവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്കിനി കിടന്നുറങ്ങാൻ പറ്റും നോക്കാം. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങാൻ പറ്റും നോക്കുന്ന ഒരു സമയത്തിലാണ്. മോൺസ്റ്റർ അടുത്തുണ്ടെന്നാണ് പറയുന്നത്. എന്ത് കാണുന്നില്ല, മോൺസ്റ്ററിനെ കാണുന്നൊന്നുമില്ല. നമുക്ക് വാളൊക്കെ പിടിച്ചോണ്ട് പോവാം. അവരെ കാണുവാണെ വെട്ടി അങ്ങ് അരിഞ്ഞ് തീർത്തേക്കാം. എന്തോ ഞാനവിടെ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്നാലും ഇവിടെ വന്നായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ വില്ലേജിലോട്ട് തിരിച്ചു ഓട്ടിയതാണ്. അതിനപ്പം മറ്റേ സ്പീഡിൻ്റെ സാധനം ഓടി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കളിക്കാൻ അറിയത് റിയൽ മൈൻക്രാഫ്റ്റ് ആണ്. സ്പീഡില്ലാത്ത ഹങ്കർ ഓക്കെ നമ്മുടെ ഇത് തീർന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വില്ലേജിൽ തന്നെ ഇട്ടേക്കാം. അല്ല വേണ്ട, നമുക്ക് വില്ലേജ് വേണ്ട. വില്ലേജ് വിട്ട് നമുക്ക് വേറെ വില്ലേജ് തപ്പി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അന്ന് രാത്രിയിലെ യുദ്ധമൊക്കെ സെറ്റായിരുന്നു. ഞാൻ ഇന്നലെ രാത്രിയാണ് ആ യുദ്ധമൊക്കെ തീർത്ത്. ആൾക്കാരെല്ലാത്തിനും തട്ടി. അവിടെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ക്ലോസ് ആക്കിയായിരുന്നല്ലോ. അവിടെ കുറേ സോമ്പിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അനീസൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ അടിച്ചൊക്കെ ചത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചത്തായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നത് എൻ്റെ സാധനമൊന്നും കിട്ടിയില്ല. ഞാൻ ഇന്നലെ വേറൊരു വേൾഡ് ഉണ്ടാക്കി, ഒരു ക്രിയേറ്റ് വേൾഡ്. അത് എനിക്ക് ചുമ്മാ കളിക്കാൻ വേണ്ടിയിട്ടുള്ള വേൾഡാണ്. അതിൻ്റെ അകത്ത് ഞാനൊരു വില്ലേജിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് സ്പോണായി. അപ്പം വില്ലേജിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് സ്പോണായപ്പോൾ ഞാൻ അതിൻ്റെ അവിടെ ക്രിയേറ്റ് ആയതുകൊണ്ട് ഞാൻ കുറേ അയൺകോളത്തിനൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അവിടെ അയൺകോളത്തിനൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അപ്പം ഒരു നീണ്ടായി അവിടെ എന്തിനാണ് ക്രീപ്പർ എൻ്റെ മണ്ടയ്ക്ക് വന്ന് കയറുന്നത്? ചുമ്മാ ഇത് ഭയങ്കര ശല്യമുണ്ട്. അപ്പം നമ്മളിപ്പം ഇവിടെ ഈ ഒരു കല്ലൊക്കെ ഉള്ളിടത്തെത്തി, സ്റ്റോൺ ഒക്കെ ഉള്ളൊരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. സ്റ്റോണൊക്കെ ഉള്ളൊരു ഏരിയ എത്തി. ഇനി ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചു, കീബോർഡ് കൊണ്ട് കഴുകി. അപ്പോൾ കീബോർഡ് പോയതിൻ്റെ വിഷമത്തിൽ ഞാൻ ഇരിക്കുവാണ്. ഞാൻ കാണിച്ചൊരു മണ്ടത്തരമാണ് അറിയാതെ. കീബോർഡ് കൊണ്ട് മണ്ടത്തരം ഗോളെടുക്കുവാണ്. അപ്പം നമുക്ക് ഞാനിപ്പോൾ എന്തായാലും ചാവാറായി നിൽക്കുവാണ്. ദേഷ്യം വരും, ഒട്ടൊന്നുമില്ല. അതിനെപ്പറ്റി ഈ കത്തികൾ നടക്കുവാണ്. ഞാൻ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ. എൻ്റർമാനൊക്കെ ഉണ്ട്. എൻ്റർമാനെ എനിക്കൊന്ന് എങ്ങനെ വകവരുത്തുന്നത് അതിന് വിഷയമില്ല. സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് പോയി ഫുഡ് കളക്ട് ചെയ്യണം. ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം കളഞ്ഞടാ. നമുക്കിനി ഇതല്ലാതെ ഒരു വഴിയില്ല. ഇതിനകത്ത് കയറി നമുക്ക് വരാം. അത് മറ്റേ സാധനമല്ലേ?
മറ്റേ പോഷൻ എടുത്തെറിയുന്നുണ്ടോ? പുറകിലുണ്ട്. അല്ല മറ്റേ പോഷൻ എടുത്തെറിയുന്നു. വില്ലേജറിനൊപ്പം ഇരിക്കുന്ന പില്ലേജർ അങ്ങനെ ഞാൻ തീർന്നു പറയും. റീപ്പറുണ്ട്. ഇപ്പം പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം കലാസ്. ഞാനോട്ട് നമുക്ക് ഫുഡ് പോയി കളക്ട് ചെയ്യണം. സോംബീസും കാര്യങ്ങളൊക്കെ അടുത്തുള്ള തേനീച്ചക്കൂടല്ലേ പൊട്ടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത് കിട്ടും. അതിൻ്റെ നിന്ന് കിട്ടുന്ന ചെയ്യും. അതാരാ അത് വെള്ളിങ്കോല സ്കെലിറ്റൻ. ഇതെന്തെങ്കിലും ചെയ്യുമോ? എന്തെങ്കിലും ചെയ്യുവാനേ അതെന്തോ സ്കെലിറ്റൻ. അതാരാ? അതെവിടുന്നാണ്? പഫർ ഫിഷ് അതാണ്ട് ഇല്ലല്ലോ. എടുത്തോളൂ, അതിൻ്റെ അടുത്ത് പോയി. ഞാൻ വുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. ഈ വെള്ളത്തിൽ കിടന്ന് ചാകാനുള്ള പരിപാടിയാണ്. അടിഞ്ഞു പോണാണ്. കേവ് ചെയ്ത് രക്ഷപ്പെട്ടിരിക്കുന്നു. അതാ ഹായ്. ഭയങ്കര സ്പീഡാട്ടോ. നമുക്കപ്പോൾ വുഡ് കളക്ട് ചെയ്ത് തുടങ്ങാം. അപ്പം നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം എന്താണ് അപ്പം ഞാൻ ഈ വുഡൊക്കെ കളക്ട് ചെയ്ത് ആയുധമൊക്കെ അടുത്ത പാർട്ട് വരുന്നത്. അപ്പം എന്താണ് ഓക്കെ. അപ്പോൾ ബൈ. അപ്പം